SMCN +1 exam special part 2 ഡൈനാമിക്സ് ചെയ്യുന്ന രണ്ടൂന്ന് ചോദ്യങ്ങൾ. ഫസ്റ്റ് വൺ, ദി ഗ്രാഫ് എ ബി സി ഡി, ക്യാപിറ്റൽ ലെറ്റേഴ്സ് എ ബി സി ഡി ഫിഗർ തന്നിട്ടുണ്ട്. ഷോസ് വേരിയേഷൻ ഓഫ് ഫോഴ്സ് വിത്ത് ടൈം ഫോർ എ ബോഡി പ്ലേസ്ഡ് ഓൺ എ സ്മൂത്ത് ഹൊറിസോണ്ടൽ സർഫസ്. അതിൻ്റെ ചോദ്യം, ആദ്യത്തെ ചോദ്യം എ, using the graph, state whether the following statements are true or false. അപ്പോൾ അതിന് ഫിഗർ കാണിച്ചുകൊണ്ട് വേണം പറയാം. ചോദ്യം ഇതാണ് തന്നിരിക്കുന്ന ഗ്രാഫ്. ഹൊറിസോണ്ടൽ ആക്സിസിൽ കൂടെ ടൈം, വെർട്ടിക്കൽ ആക്സിസിൽ കൂടെ ഫോഴ്സ്. ആദ്യത്തെ ചോദ്യം, using the graph, state whether the following statements are true or not. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ്, the force acting on the body along AB is constant. എ മുതൽ ബി വരെ ഫോഴ്സ് കോൺസ്റ്റൻ്റ് ആണെന്നാണ് ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ്. അത് ശരിയാണല്ലോ, കാരണം ടൈം ആക്സിസിന് പാരല്ല. അപ്പോൾ വെർട്ടിക്കൽ ആക്സിസിലെ കോർഡിനേറ്റ്സ് കോൺസ്റ്റൻ്റ് ആയിരിക്കണം, ക്വാണ്ടിറ്റി. ഗ്രാഫിൻ്റെ ബേസിക് അറിവ് മതി അതിന്. അപ്പോൾ ഫോഴ്സ് ബി വരെ എഫ് ഈസ് എ കോൺസ്റ്റൻറ്റ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ദി ഫോഴ്സ് ആക്ടിങ് ഓൺ ദി ബോഡി അലോങ് സി ഡി ഈസ് 0. ഇവിടെ എത്തുമ്പോൾ ഫോഴ്സ് അങ്ങ് 0 ആകുക, സി മുതൽ ഡി വരെ 0 ആയ. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റും 0 ആയ, ട്രൂ ആ. അപ്പോൾ ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റും ട്രൂ ആ. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ഫോഴ്സ് ആക്ടിങ് ഓൺ ദി ബോഡി അലോങ് എ ബി ഈസ് കോൺസ്റ്റൻറ്റ്, ട്രൂ. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ദി ഫോഴ്സ് ആക്ടിങ് ഓൺ ദി ബോഡി അലോങ് സി ഡി ഈസ് 0, ട്രൂ. ഇനി അടുത്ത ചോദ്യം, ഫൈൻഡ് ദി റീജിയൻ ഓൺ ദി ഗ്രാഫ് അറ്റ് വിച്ച് ദി ബോഡി മൂവ്സ് വിത്ത് കോൺസ്റ്റൻറ്റ് മൊമെൻറ്റം. മൊമെൻറ്റം കോൺസ്റ്റൻ്റ് ആയിരിക്കണമെങ്കിൽ ഫോഴ്സ് 0 ആയിരിക്കണം. ഫോഴ്സ് ഈക്വൽസ് ചേഞ്ച് ഇൻ മൊമെൻറ്റം ബൈ ടൈം, അല്ല റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം. അപ്പം ഫോഴ്സ് 0 ആകുമ്പം മൊമെൻറ്റം, അതല്ല കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം. പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ മൊമെൻറ്റം റിമെയിൻസ് എ കോൺസ്റ്റൻറ്റ് വെൻ ദി എക്സ്റ്റേണൽ ഫോഴ്സ് ഈസ് 0. അപ്പോൾ ഇവിടെ ഫോഴ്സ് 0 ആകുന്ന സി മുതൽ ഡി വരെയാണ്. അപ്പോൾ ആ സമയത്താണ് മൊമെൻറ്റം കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നത്. സോ മൊമെൻറ്റം റിമെയിൻസ് കോൺസ്റ്റൻറ്റ് ഇൻ ദി റീജിയൺ സി ഡി. അടുത്ത ചോദ്യം, ഡ്രോ എ മൊമെൻറ്റം ടൈം ഗ്രാഫ് ഫ്രം ദി ഗിവൺ ഗ്രാഫ്. ഈ ഗ്രാഫിൽ നിന്നും മൊമെൻറ്റം ടൈം ഗ്രാഫിൻ്റെ മൊമെൻറ്റം ടൈമും കൂടെ ചേർത്തുള്ള ഗ്രാഫ് വരയ്ക്കാനാണ്. എ മുതൽ ബി വരെ ഫോഴ്സ്, കോൺസ്റ്റൻറ്റ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ മൊമെൻറ്റം കൂടിക്കൊണ്ടിരിക്കും. ഫോഴ്സ് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് മൊമെൻറ്റം സ്റ്റഡി ആയിട്ട് കൂടും, പ്രൊപ്പോർഷണലായിട്ട് കൂടും. അപ്പം നമുക്ക് എ മുതൽ ബി വരെ മൊമെൻറ്റം ടൈം ഗ്രാഫ് ഇതാ. എ ഡാഷ് ബി ഡാഷ് എന്ന് പറയുന്ന ചരിഞ്ഞ സ്ട്രെയിറ്റ് ലൈൻ വരും. അതിൽ ഒ എ ഡാഷ് എന്ന് പറയുന്ന ഇനിഷ്യൽ മൊമെൻറ്റമാണ്. ബി ഡാഷിൻ്റെ അവിടെ എത്തുമ്പോൾ മൊമെൻറ്റം എം വി ആവും. അപ്പോൾ എം വി മൈനസ് എം യു ബൈ ടി, അതാണല്ലോ ഫോഴ്സ്. ഇതിൽ ഈ എ ഡാഷ് ബി ഡാഷിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് ഫോഴ്സ്. ആ സ്ലോപ്പ് ഫോഴ്സാണ്. അപ്പോൾ ഈ സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് ആയതുകൊണ്ട് ഇതിൻ്റെ സ്ലോപ്പ് ഒരു കോൺസ്റ്റൻ്റാണ്. അപ്പോൾ ഫോഴ്സ് കോൺസ്റ്റൻ്റ് എന്നർത്ഥം. ഇനി സി മുതൽ ഡി വരെ മാക്സിമം മൊമെൻറ്റം, അതിന് ഫോഴ്സ് ബി ചെല്ലുമ്പോൾ ഫോഴ്സ് അങ്ങ് 0 ആകുക, ഫോഴ്സ് ഇനി പിൻവലിക്കുക. അപ്പോൾ ഇനേർഷ്യ, ഫസ്റ്റ് ലോ ഓഫ്
ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ അനുസരിച്ച് ഫോഴ്സ് ഇനി ആബ്സെൻ്റ് ആണ്. അപ്പോൾ അത് ഏത് സ്റ്റേറ്റിലാണോ ആ സ്റ്റേറ്റിൽ കണ്ടിന്യൂ ചെയ്യും. അപ്പം സി മുതൽ ഡി വരെ മൊമെൻറ്റം കോൺസ്റ്റൻ്റായിട്ട് നിൽക്കും എന്ന് പറഞ്ഞാൽ മൊമെൻറ്റം ടൈം ഗ്രാഫിൽ ആ ഭാഗം ടൈം ആക്സിസിന് പാരലായിട്ട് വരണം. അതാ ബി ഡാഷ് സി ഡാഷ്. അപ്പോൾ ഗ്രാഫിൻ്റെ ഷേപ്പ് എ ഡാഷ് ബി ഇൻക്ലൈൻഡ് ലൈൻ, ബി ഡാഷ് സി ഡാഷ് സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു ദി ടൈം ആക്സിസ്. ആദ്യത്തെ തന്നിരിക്കുന്ന ഗ്രാഫിലെ സി എന്ന് പറയുന്ന ടൈം ആ പോയിൻറ്റിൻ്റെ സ്ഥാനത്ത് ബി ഡാഷ് വരണം, ഡിയുടെ സ്ഥാനത്ത് സി ഡാഷും വരണം. സി മുതൽ ഡി വരെ എന്ന് പറയുമ്പോൾ ഇവിടെ ബി ഡാഷ് സി ഡാഷ് മൊമെൻറ്റം കോൺസ്റ്റൻറ്റ്. ഈ ഗ്രാഫ് വേണേൽ ഒറിജിനിൽ നിന്നും വരയ്ക്കാം. എ ഡാഷ് ഓയിൽ നിന്ന് ഇതേ ഷേപ്പിൽ വരച്ചാലും നോ പ്രോബ്ലം. ഇനിഷ്യൽ മൊമെൻറ്റം 0 ആണെന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. അതിനും മാർക്ക് തരും. അത് അത്രേ ഉള്ളൂ. A body of mass 5 kilogram is thrown vertically up with a kinetic energy of 490 joule. Find the height at which the kinetic energy of the body becomes half the original value. ഇതാണ് ചോദ്യം. 490 ജൂള് കൈനറ്റിക് എനർജിയോട് കൂടി ഒരു വസ്തു മുകളിലോട്ട് എറിയുന്ന ഏത് ഹൈറ്റ് ചെല്ലുമ്പോൾ അതിൻ്റെ കൈനറ്റിക് എനർജി പകുതിയാകും. അപ്പോൾ ബാക്കി പകുതി പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് മാറണം. എച്ച് ഹൈറ്റ് ചെല്ലുമ്പോഴാണ് കൈനറ്റിക് എനർജി പകുതിയാകുന്നിരിക്കട്ടെ. അപ്പോൾ ആ എച്ച് ഹൈറ്റ് ചെല്ലുമ്പോൾ ഉള്ള പൊട്ടൻഷ്യൽ എനർജി ബാക്കി പകുതിയാണ്. അപ്പോൾ ചുരുക്കത്തിൽ mgh എന്ന് പറഞ്ഞാൽ 1/2 × 490. എം ഇവിടെ 5 കിലോഗ്രാമാണ്, ഇൻറ്റു ജി 9.8 ഇൻറ്റു എച്ച് ഈക്വൽസ് 1/2 × 490 ഈസ് 245, ഫ്രം വിച്ച് എച്ച് ഈക്വൽസ് 245/5 × 9.8. That is 5 meter. That is the answer. Another one. A solid sphere is rotating about a diameter at an angular velocity omega. If it cools so that its radius reduces to 1/n of its original value, its angular velocity becomes A omega/n, B omega/n square, C n omega, D n square omega. ഇവിടെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഫിയർ, അതിൻ്റെ ആംഗുലാർ വെലോസിറ്റി ഒമേഗയാണ് തന്നിട്ടുണ്ട്. പെട്ടെന്ന് അത് കൂൾ ചെയ്യുന്നു. കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അത് തണുപ്പിക്കുമ്പോൾ ഇത് ചുരുങ്ങും. അതിൻ്റെ റേഡിയസ് 1/n ടൈംസ് ആയിട്ട് കുറയുന്നു എന്നാണ് പറയുന്നത്. എങ്കിൽ പുതിയ ആംഗുലാർ വെലോസിറ്റി എത്രയാണ്? ഇവിടെ എക്സ്റ്റേണൽ ടോർക്ക് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ആംഗുലാർ മൊമെൻറ്റം കൺസർവേഷൻ ഉപയോഗിക്കണം. പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റം. ആംഗുലാർ മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ I ഒമേഗയാണ്. അപ്പോൾ I1 omega1 ഈക്വൽസ് I2 omega2. ഇതാ ഇവിടുത്തെ പ്രിൻസിപ്പിൾ. ഇനിഷ്യൽ ആംഗുലാർ മൊമെൻറ്റം ഈക്വൽസ് ഫൈനൽ ആംഗുലാർ മൊമെൻറ്റം. സ്ഫിയർ ആയതുകൊണ്ട് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ 2/5 mr². അപ്പോൾ I1 എന്ന് പറയുമ്പോൾ 2/5 mr² ഇൻറ്റു omega1. ഒമേഗയാണ് തന്നിട്ടുണ്ട്. ഒമേഗ ആംഗുലാർ വെലോസിറ്റിയിലാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈക്വൽസ് റേഡിയസ് r/n ആകുക. ചുരുങ്ങിക്കഴിയുമ്പം പുതിയ റേഡിയസ് r/n. അപ്പോൾ ഇപ്പം മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ I2 എന്ന് പറഞ്ഞാൽ 2/5 m × r/n² ഇൻറ്റു പുതിയ ആംഗുലാർ വെലോസിറ്റി omega2 എന്നിരിക്കട്ടെ. 2/5 m ക്യാൻസൽ ചെയ്യും. മാസിന് വ്യത്യാസമൊന്നും ഉണ്ടാവില്ലല്ലോ കൂളാകുമ്പോൾ. അവിടുന്ന് ഒമേഗ ഈക്വൽസ് omega2/n² എന്ന് വരും. mr² അങ്ങ് വെട്ടി 2/5 mr² കോമൺ ആക്കാൻ വെട്ടിപ്പോവും. From which omega2 equals n² omega. That is the answer.
അത് ചോയ്സിലുണ്ട്, അതായത് സ്ക്വയർ. ഇപ്പോൾ എൻട്രൻസിനാണെങ്കിൽ ഈ 2/5 എഴുതണ്ട. ഏതിപ്പോൾ സിലിണ്ടർ ആയാലും ഡിസ്ക് ആയാലും റിങ് ആയാലും സ്ഫിയർ ആയാലും എല്ലാം മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയുടെ ഫോർമുലയിൽ 6 റേഡിയസ് ഉണ്ട്. അപ്പം മാസ് എല്ലാത്തിലും ഉണ്ട്. അപ്പോൾ ആ നമ്പർ ഓർത്തിരിക്കണമെന്നില്ല, 2/5 1/2 എന്നൊന്നും ഓർത്തിരിക്കേണ്ട. ഇങ്ങനെയുള്ള പ്രോബ്ലത്തിലൊക്കെ എൻട്രൻസിനാണ് r² ഈക്വൽസ് r1² ω1 ഈക്വൽസ് r2² ω2 എന്നെഴുതി എളുപ്പം സോൾവ് ചെയ്യാം എൻട്രൻസിന്. അത് അത്രയേ ഉള്ളൂ. Another one. Give the magnitude and direction of net force acting on a drop of rain falling down with constant velocity. കോൺസ്റ്റൻറ്റ് വെലോസിറ്റി എന്ന് കേൾക്കുമ്പോഴേ അറിയാം ആക്സിലറേഷൻ 0. വെലോസിറ്റി മാറുമ്പോഴല്ലേ ആക്സിലറേഷൻ ഉണ്ടാകുക. വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ആക്സിലറേഷൻ 0. ആക്സിലറേഷൻ 0 ആണെങ്കിൽ റിസൾട്ടൻ്റ് ഫോഴ്സ് F ഈക്വൽസ് m എന്നാണ്. 0 ആണെങ്കിൽ ഫോഴ്സ് 0. അപ്പോൾ നെറ്റ് ഫോഴ്സ് ഇവിടെ 0. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് 0, ഫോഴ്സ് 0 എന്ന് എഴുതിയാൽ മതി. രണ്ടാമത് പറഞ്ഞിരിക്കുന്ന എ കോർക്ക് ഓഫ് മാസ് 10 gram ഫ്ലോട്ടിംഗ് ഓൺ വാട്ടർ. വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന 10 gram മാസുള്ള ഒരു കോർക്കയിൽ ആക്ട് ചെയ്യുന്ന റിസൾട്ടൻ്റ് ഫോഴ്സ്. ഫ്ലോട്ട് ചെയ്ത് കിടക്കുമ്പോൾ അത് ഇക്വിലിബ്രിയത്തില, അപ്വേർഡ് മോഷനും ഇല്ല, ഡൗൺവേർഡ് മോഷനും ഇല്ല, ഒന്നുമില്ല. അവിടെയും റിസൾട്ടൻ്റ് ഫോഴ്സ് 0. ഫ്ലോട്ടിംഗ് ബോഡിയിൽ റിസൾട്ടൻ്റ് ഫോഴ്സ് 0. അപ്ത്രസ്റ്റ് ഈസ് ഈക്വൽ ടു വെയ്റ്റ്. ദാറ്റ്സ് ഓൾ. അപ്പോൾ രണ്ട് കേസിലും റിസൾട്ടൻ്റ് നെറ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ റിസൾട്ടൻ്റ് ഫോഴ്സ് 0. താങ്ക് യു.